നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ്. എല്ലാ വർഷവും ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി മാർച്ച് മാസത്തിൽ 2ാമത്തെ വ്യാഴാഴ്ച വേൾഡ് കിഡ്നി ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ വർഷം അത് വരുന്നത് മാർച്ച് 13-ാം തീയതി വ്യാഴാഴ്ചയാണ്. എല്ലാ വർഷവും ഇതിനോടനുബന്ധിച്ച് ഒരു തീം, ഒരു ലോഗോയും ISN റിലീസ് ചെയ്യും. ഈ വർഷത്തെ അത് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, പ്രൊട്ടക്റ്റ് യുവർ കിഡ്നീസ്, ഡിറ്റക്ട് ഏർലി എന്നുള്ളതാണ്. അതിന് നമ്മൾ ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഇതിന് നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ നിങ്ങളുടെ വൃക്കകൾ ഓക്കെ ആണോ, വൃക്ക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുക, വൃക്കയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. എന്തുകൊണ്ട് ഈ തീം തന്നെ എടുക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ വൃക്ക രോഗങ്ങൾ മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ കാരണങ്ങളായിട്ടുള്ള പ്രമേഹം, രക്താതിസമ്മർദ്ദം മുതലായ കാരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ രോഗങ്ങളെല്ലാം നമ്മൾ പ്രഷറും ഷുഗർ പോലെയുള്ള രോഗങ്ങളെല്ലാം നേരത്തെ കണ്ടെത്തുമെങ്കിലും വൃക്കരോഗത്തിലേക്ക് പലപ്പോഴും എത്തിച്ചേരുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഇപ്പോൾ എൻ്റെ OPയിലാണെങ്കിലും പലപ്പോഴും പേഷ്യൻസിൻ്റെ പഴയ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് മുൻപേ തന്നെ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ ബ്ലഡ് ടെസ്റ്റിലും എല്ലാം കാണാം. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ ലേറ്റായിട്ടാണ്. നമുക്കറിയാം, കാലിന് നീര്, കിതപ്പ്, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ക്ഷീണം പോലെയുള്ള ലഘുവായ ലക്ഷണങ്ങളാണ് കൂടുതലും. ഈ ലക്ഷണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും വൃക്കകളുടെ രോഗം നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തോട്ട് പോകും. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അതിനെ മുൻപേ തന്നെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. അതുകൊണ്ടാണ് ഡിറ്റക്ട് ഏർലി, അതായത് നേരത്തെ കണ്ടെത്തുക, കിഡ്നിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. ഇതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായി വൃക്കരോഗങ്ങളെ പറ്റിയുള്ള അവബോധനം ഉണ്ടാകുക എന്നാണ്. അതായത് ഷുഗർ, പ്രഷർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ നമ്മളുടെ വൃക്കകളെയും മറ്റവയവങ്ങൾ പോലെ തന്നെ നമ്മുടെ വൃക്കകളെയും ബാധിക്കാമെന്നും ഇതിലൂടെ പതിയെ വിട്ടുമാറാത്ത പെർമനൻ്റ് ആയിട്ടുള്ള വൃക്കയുടെ തകരാറിലേക്ക് അത് പോകാമെന്നും മനസ്സിലാക്കണം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ വൃക്കകളുടെ യൂറിൻ, ബ്ലഡ് ടെസ്റ്റുകൾ ഒരു ഡോക്ടറെ സമീപിച്ച് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇത് നേരത്തെ കണ്ടെത്താനാവൂ. ഇതുകൊണ്ട് മാത്രമാണ് ISNും നമ്മുടെ എല്ലാ നെഫ്രോളജിസ്റ്റുകളും നേരത്തെ കണ്ടെത്തുന്നതിനും ഊന്നൽ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമുള്ള ലഘുവായ ഒരു സന്ദേശം തരാൻ ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നന്ദി.